ഹലോ. ഹലോ. എന്താ മോളെ വിശേഷം? നല്ല വിശേഷം. ആണോ? പിന്നെ പരമ സുഖല്ലേ? എന്നെ വിളിക്കുമ്പോ എന്തുണ്ടെന്ന് ചോദിച്ചങ്ങ് മടുത്തെന്ന് പറഞ്ഞില്ല. ആ. അതുകൊണ്ടൊന്ന് നോക്കിയതാ. ഉം. ഞാനൊക്കിത് പറ്റാണ്ടിരുന്നാ പിന്നെ ഞാൻ പുതിയത് വല്ലതും നോക്കണ്ടേ? എനിക്കിത് പറ്റൂല. അപ്പോൾ ഇനി പുതിയ എന്തെങ്കിലും നോക്കോ? പുതിയതുണ്ട്. എന്താ? അത് രഹസ്യമായിട്ട് പറഞ്ഞു തരാം. പരസ്യമായിട്ട് പറഞ്ഞ ആൾക്കാർ എന്തെങ്കിലും തെറ്റിദ്ധരിക്കും. അയ്യോ. വെറുതെ ഓരോന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരികയല്ലേ മോളെ. പിന്നെ നിങ്ങളേതല്ലേ കേൾക്കേണ്ടതൊക്കെ? എൻ്റെ കയ്യിൽ നിന്നാണ് കേൾക്കേണ്ടത്. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് എന്നെ തന്നെ തിരിച്ചു വിളിക്കാനല്ലേ എനിക്ക്. എന്നിട്ട് ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങളല്ലേ പറഞ്ഞത്. എന്തിനാടോ ഞാൻ എനിക്ക് തന്നെ ഉള്ള കുഴി ഞാൻ തന്നെ വെട്ടണത്? വല്ല കാര്യമുണ്ട് എനിക്ക് അതിൻ്റെ? ഒരു കാര്യമില്ലേ. മുണ്ടാണ്ടിരുന്നാൽ കുറച്ചു നേരം മുണ്ടാണ്ടിരുന്നെങ്കിലും പറയാമല്ലോ. അല്ല മോളെ, ഞാൻ വിളിച്ചത് എന്തിനാന്നറിയാമോ? എന്തിനാ? ചുമ്മാ വിളിച്ചതാ. അതെനിക്കറിയാം. ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാ എനിക്ക്? ഉണ്ടോ? അതെങ്ങനെയാ മനസ്സിലാവാനാ? അല്ലേ? അല്ല, എന്തോ ഒരു പ്രത്യേകത നമുക്ക് തോന്നിയില്ല. എന്തോ സന്തോഷമുള്ള പോലെ ഉണ്ട് മുഖത്ത്. സന്തോഷമൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല, പിന്നെ ഭയങ്കര സങ്കടമാണ്. സങ്കടോ? പിന്നെ എന്ത് പറ്റി? നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരുന്നാലും സന്തോഷിച്ചിരുന്നാലും ഒക്കെ ഒരേ കണക്ക് തന്നെയാണ്. കുറേ നേരം ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കും, പിന്നെ അങ്ങോട്ട് അങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരത്തില്ലയോ? അല്ലാതെ എന്ത് പറ്റി സങ്കടപ്പെടാൻ? എന്തെങ്കിലും കാരണം ഉണ്ടായോ? സങ്കടപ്പെടാന് പറയാനൊരു വിഷമമുണ്ട്, എങ്കിലും പറയാം. പറയ്. എനക്കും കൂടി വിഷമാവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനൊന്ന് ഇതായത്. പറയില്ല, ടെൻഷൻ അടിപ്പിക്കാൻ. ടെൻഷൻ അടിക്കല്ലേ, പറഞ്ഞോട്ടെങ്കില്. പറയ്. അതേ, എൻ്റെ ലീവ് ക്യാൻസലായി. കള്ളം പറയല്ല ആക്കുന്നത്. പഠിച്ചോന്നേര്, എന്നോട് ഞാൻ എന്തിനാ കള്ളം പറയണോ? അതെങ്ങനെ ക്യാൻസലായി? ഞങ്ങൾ ക്യാൻസലാക്കാണ്ടത് ക്യാൻസൽ ഉണ്ടാവില്ലല്ലോ. അയ്യോ, സ്പീഡിന് പറയല്ലേ. അതേ, അവർക്ക് അവിടെ സ്റ്റാഫ് ഇല്ലാത്തതുകൊണ്ട് കുറച്ചും കൂടി ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറയാം. നന്നായുള്ള അവിടെ തന്നെ ഇരുന്നു. എനിക്കറിയാം ഞാനിത് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്നോട് പറഞ്ഞത്. എടോ, ഒന്ന് പറയുന്നത് മനസ്സിലാക്കടോ. എൻ്റെ താല്പര്യത്തിൽ ഞാൻ എടുക്കുന്ന തീരുമാനമാണോ ഇതൊക്കെ? എനിക്ക് തോന്നുന്നു. എടോ, 2 മാസം കൂടി പറയും. 1 മാസം കൂടി. ഇല്ല, എൻ്റെ പൊന്നു മോളെ, സത്യമായിട്ടും അങ്ങനെ പറയില്ല. ഇത് ലാസ്റ്റാ, ഇനി നീട്ടിക്കൊണ്ട് പോവില്ല. അല്ല, എനിക്ക് സങ്കടം വരുമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ സംസാരത്തിൽ എനിക്ക് തോന്നിയത് എന്താണെന്നറിയാവോ? അനക്ക് എന്നോട് എന്തോ വാശിയുണ്ടോ, അത് തീർത്തതായിരിക്കും. ശരിക്കും ഞാൻ എങ്ങനെയാ തോന്നിയത് കേട്ടോ? സങ്കടം വെച്ചാല് ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതങ്ങ് മാറിയില്ലേ ഇപ്പോ? 2 മാസം കഴിഞ്ഞ് വെട്ടില്ലേ? അതല്ല ഞാൻ വിടില്ല. അതപ്പ ആലോചിക്കാം മോളെ. ഞാൻ വിടത്തില്ല. അത് നമുക്ക് അപ്പ ആലോചിക്കാന്ന് പോരെ? അതൊക്കെ മതി. എന്തായാലും എനിക്കിപ്പോ സമാധാനമായി. കാരണം താൻ കുറേ കാലം കൊണ്ട് പറയണതല്ലേ, ഇത്രയും കാലമായിട്ട് ഇത് കേട്ടതും ഇല്ലേ. ഇപ്പോൾ ഡേറ്റ് എടുത്തപ്പോൾ അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു. അല്ലേ? വിഷമമില്ലാണ്ടിട്ടൊന്നല്ല. അത് സാരമില്ല, അത് 2 ദിവസം കഴിയുമ്പോൾ മാറും. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ മാറും. എൻ്റെ ഫ്രണ്ട്സുകളോടൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ടൂറൊക്കെ പോയിരുന്നു. അത് സാരമില്ല, ഒന്ന് തിരുത്തി പറഞ്ഞാൽ. പിന്നെ എന്തെങ്കിലും ടൂർ പോയെന്ന് പറയും ഞാൻ. പിന്നെ ഞാനിങ്ങനെ ചെറിയൊരു ടൂർ കൊണ്ട് പോകും ഞാൻ. എൻ്റെ പൊന്നു മോളല്ലേ, ദേഷ്യപ്പെടല്ലേ. എടോ, ഒന്ന് ചിരിക്കടോ. ചിരിച്ചിട്ട് എന്തിനാ? എനിക്കൊരു സമാധാനത്തിനാ. വേണ്ട, ശരിയെങ്കിൽ ഹലോ പോയി വെക്കല്ലേ. പറയടോ. 2 മാസം കഴിഞ്ഞ് ശരിക്കും വരും. ശരിക്കും വരുമല്ലോ. പറ്റിക്കൂലല്ലോ? ഇല്ലാന്നേ, ഉറപ്പായിട്ടും. എന്ത് കഷ്ടപ്പെട്ടാ ചിരിച്ച. എന്നാലും സാരമില്ല, അത് മതി.